നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ മുൻ മേയർ ആര്യ രാജേന്ദ്രന്റെ ഗതി വന്നു ചേരുമോ എന്നറിയാൻ കാത്തിരിക്കുകയാണ് കേരളം. KSRTCയിലെ ദിവസവേതനക്കാരനായ ഡ്രൈവറോട് ഏറ്റുമുട്ടി വീരചരമമടഞ്ഞ ആര്യ രാജേന്ദ്രന്റെ അതേ സിറ്റുവേഷനിലേക്കാണ് വീണ ജോർജും എത്തിയത്. KSUകാർ ആയുധങ്ങളുമായി എത്തി കഴുത്തിന് പരിക്കേൽപ്പിച്ചുവെന്ന് പറഞ്ഞ് നാടകം കളിച്ച വീണ ജോർജ് സ്വയം പരിഹാസ്യയായി തന്റെ രാഷ്ട്രീയ ഭാവി ആര്യ രാജേന്ദ്രനെ പോലെ ഇല്ലാതാക്കിയെന്ന് പറഞ്ഞാൽ മതി. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നടത്തിയ നാടകമാണ് വീണ ജോർജിന് വിനയായി മാറിയത്. KK ശൈലജ ടീച്ചറിന് സീറ്റ് കൊടുക്കേണ്ടെന്ന് പറഞ്ഞ CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം വീണ ജോർജിനും ബാധകമാകുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. വീണയ്ക്ക് സീറ്റ് വേണ്ടെന്ന് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി തന്നെ ശുപാർശ ചെയ്യും. വീണയെ ഇക്കുറി മത്സരിപ്പിച്ചാൽ തോൽക്കുമെന്നാണ് പൊതുജനം പറയുന്നത്. സഭയുടെ ഉറച്ച പിൻബലമുണ്ടെങ്കിലും ആറന്മുള സീറ്റ് മന്ത്രിക്ക് ബാലികേറാമലയാകും. CPMന്റെ കരട് സ്ഥാനാർത്ഥി പട്ടികയിൽ നിലവിൽ മന്ത്രിമാരായ വനിതകൾ ഒഴികെയുള്ള മിക്ക വനിതാ MLAമാർക്ക് സീറ്റില്ലെന്നാണ് സൂചന. അതായത് ജില്ലാ സെക്രട്ടേറിയറ്റുകൾ ഇന്നലെ സംസ്ഥാന നേതൃത്വത്തിന് കൈമാറിയ പേരുകളിൽ KK ശൈലജ, U പ്രതിമ, ദലീമ തുടങ്ങിയവർ ഉൾപ്പെട്ടിട്ടില്ല എന്നാണ് വിവരം. ആകെ 12 വനിതാ MLAമാരാണ് 15ാം നിയമസഭയിൽ എല്ലാ പാർട്ടികളിൽ നിന്നുമായി ഉണ്ടായിരുന്നത്. അതിൽ 8 പേരും CPM MLAമാരാണ്. അകാലത്തിൽ വിടവാങ്ങിയ കാലത്തിൻ ജമീലയെ ഒഴിച്ചു നിർത്തിയാൽ നിലവിലുള്ള വനിതാ CPM MLAമാർ 7 പേരാണ്. അവരിൽ മന്ത്രിമാരായ വീണ ജോർജ്, R ബിന്ദു, സംവരണ മണ്ഡലമായ കോങ്ങാട് നിന്നുള്ള ശാന്തകുമാരി എന്നിവർക്കൊഴികെ മറ്റ് വനിതാ MLAമാർക്ക് ആദ്യഘട്ടത്തിൽ സീറ്റില്ലെന്നാണ് വിവരം. വീണ ജോർജിന്റെ കണ്ണൂർ നാടകത്തിന് മുമ്പാണ് ഈ തീരുമാനം ഉണ്ടായത്. എന്നാൽ മന്ത്രിയെ തല്ലുന്ന ദൃശ്യം തരുന്നയാൾക്ക് 1 പവൻ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വീണയുടെ സാധ്യത മങ്ങി. സ്ഥലത്തുണ്ടായിരുന്ന കൈരളിക്ക് പോലും ഇങ്ങനെ ഒരു ദൃശ്യം കിട്ടിയില്ല. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരെ പരിഗണിക്കപ്പെടുന്ന KK ശൈലജയാണ് ഒഴിവാക്കപ്പെട്ട സ്ത്രീകളുടെ പട്ടികയിൽ ഒന്നാമത്. മട്ടന്നൂർ മണ്ഡലത്തിൽ നിന്നുള്ള ജനപ്രതിനിധിയായ KK ശൈലജയ്ക്ക് പാർട്ടി സീറ്റ് നിഷേധിച്ചതിന്റെ കാരണം വ്യക്തമല്ല. ഇത്തവണ 2 ടേം വ്യവസ്ഥയിൽ പല MLAമാർക്കും ഇളവ് കൊടുക്കാനാണ് തീരുമാനമെങ്കിലും ശൈലജയ്ക്ക് നൽകേണ്ട എന്നാണ് പാർട്ടി തീരുമാനം. വിവാദങ്ങളും വിഭാഗീയതയുമാണ് പ്രതിഭയ്ക്ക് സീറ്റ് നിഷേധിക്കാൻ കാരണം. പാർട്ടി പ്രവർത്തകർക്കിടയിൽ പോലും പ്രതിഭയ്ക്ക് സീറ്റ് നൽകുന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ട കാലം മുതലുണ്ടായ വിവാദങ്ങളും പ്രതിഭയെ പാർട്ടിക്ക് അനഭിമതയാക്കി. മുൻ MP CS സുജാത, യുവനേതാവ് ശിവപ്രസാദ് എന്നിവർ പട്ടികയിലുണ്ട്. ടേം വ്യവസ്ഥയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രം ഇളവ് നൽകിയാൽ മതിയെന്ന് സ്ഥാനാർത്ഥി നിർണയം ചർച്ച ചെയ്യാൻ ചേർന്ന കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിൽ തീരുമാനം. ഇതോടെ 2 ടേം പൂർത്തിയാക്കിയ മുൻ മന്ത്രി KK ശൈലജയ്ക്ക് സ്പീക്കർ AN ഷംസീറിനും പകരം DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജിന്റെയും ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കാരായി രാജിന്റെയും പേരുകളാണ് ഈ 2 സീറ്റുകളിലേക്ക് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗീകരിച്ച് സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറാൻ തീരുമാനമായിരിക്കുന്നത്. തളിപ്പറമ്പിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മത്സരിക്കാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും ആന്തൂർ നഗരസഭ മുൻ ചെയർപേഴ്സണുമായ PK ശ്യാമളയുടെ പേരാണ് പരിഗണിക്കുന്നത്. സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തളിപ്പറമ്പ് സീറ്റിലേക്ക് ശ്യാമളയുടെ പേരിൽ ചില എതിർപ്പുകൾ ഉന്നയിക്കപ്പെട്ടു. എന്നാൽ ഈ വിയോജിപ്പ് രേഖപ്പെടുത്തിയാണ് പേര് സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറാൻ തീരുമാനിച്ചതെന്നാണ് സൂചന. മറ്റ് സിറ്റിംഗ് MLAമാരായ M വിജിൻ, KV സുമേഷ്, TA മധുസൂദനൻ എന്നിവർ അതാതിടങ്ങളിൽ വീണ്ടും മത്സരിക്കും. പാർട്ടി ഫണ്ട് മുക്കിയെന്ന കുഞ്ഞികൃഷ്ണന്റെ വെളിപ്പെടുത്തൽ പയ്യന്നൂരിൽ വൻ വിവാദമായെങ്കിലും മധുസൂദനന് 2ാം ടേം നൽകാനാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് ശുപാർശ ചെയ്തിരിക്കുന്നത്. മധുസൂദനനെ മാറ്റി നിർത്തിയാൽ അത് പാർട്ടി ഫണ്ട് തട്ടിച്ചു എന്ന ആക്ഷേപം അംഗീകരിക്കുന്നതിന് തുല്യമാകുമെന്നത് പരിഗണിച്ചാണ് പേര് അംഗീകരിച്ചത്. ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ ശുപാർശകളിൽ സംസ്ഥാന കമ്മിറ്റിയാണ് അന്തിമ തീരുമാനമെടുക്കുക. KK ശൈലജയുടെ കാര്യത്തിൽ സംസ്ഥാന കമ്മിറ്റിയുടെ നിലപാട് നിർണായകമാകും. സമ്മർദ്ദം ശക്തമായാൽ അവസാന നിമിഷം തളിപ്പറമ്പിലേക്ക് അവരെ നിയോഗിക്കാനും സാധ്യതയുണ്ട്. മത്സരിക്കുന്നെങ്കിൽ അത് മട്ടന്നൂരിൽ തന്നെയാണ് ആഗ്രഹിക്കുന്നതെന്ന് ശൈലജ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതേസമയം പേരാവൂരിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെതിരെ കരുത്തനിറക്കാനാണ് CPM ആലോചന. പ്രാദേശിക നേതാക്കൾക്കപ്പുറം ഒരു പൊതുസമ്മതനെ നിർത്തി കടുത്ത പോരാട്ടം നടത്തുകയാണ് പാർട്ടി ലക്ഷ്യമിടുന്നത്. ഇതെല്ലാം തീരുമാനിച്ചത് കണ്ണൂർ നാടകത്തിന് മുമ്പാണെന്ന് ഓർക്കണം. മന്ത്രി വീണ ജോർജിന് മുഖ്യമന്ത്രിയുടെ പിന്തുണയുണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും വലിയ നേട്ടമായി കണക്കാക്കിയിരുന്നത്. എന്നാൽ കണ്ണൂരിൽ അപക്വമായ നാടകത്തെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് വേണ്ടത്ര താല്പര്യമുണ്ടായിട്ടില്ലെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. മന്ത്രിയെ തൽക്കാലം ഡിസ്ചാർജ് ചെയ്യേണ്ടെന്ന തീരുമാനവും അങ്ങനെ ഉണ്ടായതാണെന്ന് മനസ്സിലാക്കുന്നു. വീണയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തിനെതിരെ നടത്തിയ പ്രതിഷേധത്തിൽ നിന്നും പാർട്ടി പിന്നോക്കം പോയതും ഈ സാഹചര്യത്തിലാണ്.
ആരോഗ്യമന്ത്രി വീണ ജോർജിന് ചികിത്സ നൽകുന്നത് തുടരാനാണ് മെഡിക്കൽ ബോർഡ് തീരുമാനിച്ചത്. കഴുത്തിലേറ്റ ക്ഷതത്തിന്റെ ഭാഗമായി വലത് കൈയിലേക്കും തലയുടെ പിൻഭാഗത്തേക്കും പടരുന്ന വിധത്തിലുള്ള കടുത്ത വേദനയ്ക്ക് ഇപ്പോഴത്തെ ചികിത്സയിലൂടെ നേരിയ ആശ്വാസം ലഭിച്ചെന്നും മെഡിക്കൽ ബോർഡ് റിപ്പോർട്ടിൽ പറയുന്നു. ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. അടിയന്തര ശസ്ത്രക്രിയ ചെയ്യേണ്ട സാഹചര്യമില്ല. നിരന്തര നിരീക്ഷണം ആവശ്യമുള്ളതിനാൽ ICUവിൽ തന്നെ ചികിത്സ തുടരാൻ തീരുമാനിച്ചു. MRI സ്കാൻ, MR ആൻജിയോഗ്രാം ഇവയുടെ റിപ്പോർട്ടുകൾ ബോർഡ് വിലയിരുത്തി. KSU പ്രതിഷേധത്തിനിടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആക്രമിക്കപ്പെട്ടു എന്നത് വെറും അഭിനയം മാത്രമാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. KSU പ്രവർത്തകർ മന്ത്രിയുടെ സമീപത്ത് പോലും എത്തിയിട്ടില്ല. റെയിൽവേ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അക്രമം നടന്നതിന് യാതൊരു തെളിവുമില്ലെന്നും വ്യക്തമായിട്ടുണ്ട്. മന്ത്രിയുടെ കയ്യിലുണ്ടെന്ന് പറയുന്ന പരിക്ക് 2 ദിവസം മുമ്പുള്ള വിവിധ പരിപാടികളുടെ ചിത്രങ്ങളിലും കാണാം. സംഭവത്തിന് ദൃക്സാക്ഷിയില്ലാത്ത സ്പീക്കർ ഇത്തരമൊരു ഗൂഢാലോചനയിൽ പങ്കാളിയാകാൻ പാടില്ലായിരുന്നെന്നും സതീശൻ പറഞ്ഞു. മന്ത്രിയെ ആക്രമിക്കുന്നതിന് തെളിവ് ഹാജരാക്കിയാൽ 1 പവൻ സ്വർണം സമ്മാനം നൽകുമെന്ന് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട്. MRI റിപ്പോർട്ട് പ്രകാരം മന്ത്രിയുടെ കഴുത്തിലെ കശേരുക്കൾക്കിടയിലുള്ള ഡിസ്കുകൾ 2 ഇടങ്ങളിൽ നാഡീമൂലാഗ്രഹങ്ങളിൽ അമർന്നുള്ള സമ്മർദ്ദം കാരണമാണ് കടുത്ത വേദന അനുഭവപ്പെടുന്നതെന്ന് മെഡിക്കൽ ബോർഡ് റിപ്പോർട്ടിൽ പറയുന്നു. നിലവിലെ ശാരീരിക അവസ്ഥയിൽ യാത്ര അനുവദനീയമല്ലാത്തതിനാൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ICUവിൽ തന്നെ ചികിത്സ തുടരാനാണ് തീരുമാനമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ K. സുദീപ് ചെയർമാനായുള്ള മെഡിക്കൽ ബോർഡിന്റെയാണ് തീരുമാനം. സൂപ്രണ്ട് ഉൾപ്പെടെ 13 പേരാണ് മെഡിക്കൽ ബോർഡിലുള്ളത്. അതേസമയം കഴുത്തിലെ ക്ഷതം പല രീതിയിൽ വരാമെന്ന് ഡോക്ടർ K. സുദീപ് പറഞ്ഞു. മർദ്ദനം, പിടിച്ചുതള്ളൽ, കഴുത്ത് പെട്ടെന്ന് തിരിക്കൽ തുടങ്ങിയവയൊക്കെ കാരണമാകാം. എങ്ങനെയാണ് ക്ഷതം സംഭവിച്ചതെന്ന് അന്വേഷിച്ച് കണ്ടെത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. കൊല്ലട എന്ന് ആക്രോശിച്ചുകൊണ്ട് KSU പ്രവർത്തകർ മന്ത്രി വീണ ജോർജിന് നേരെ ചാടി വീണുവെന്ന് FIR പറയുന്നു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ പോലീസാണ് മന്ത്രിയുടെ സുരക്ഷാ ജീവനക്കാരൻ കൊല്ലം കൊട്ടാരക്കര താമരക്കാടി അനീഷ് ഭവനിൽ MS അഭിലാഷിന്റെ പരാതിയിൽ കേസെടുത്തത്. KSU പ്രവർത്തകർക്കെതിരെ എടുത്തത് കള്ളക്കേസാണെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. മന്ത്രിയെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ദൃശ്യമെങ്കിലും പുറത്തുവിടാൻ തയ്യാറാകണം. മന്ത്രിക്ക് എന്ത് പരിക്കാണെന്ന് കാണിക്കണം. കയ്യിലുണ്ടായിരുന്ന പരിക്ക് നേരത്തെ ഉള്ളതാണ്. ചെടിച്ചട്ടി കൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തല തല്ലി പൊട്ടിച്ചതിനെ രക്ഷാപ്രവർത്തനമെന്നാണ് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ മന്ത്രി വീണ ജോർജിന് നേരെ നടന്നത് ഗുണ്ടായസമാണെന്നും ആസൂത്രിത ഗൂഢാലോചനയുണ്ടെന്നും CPI സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആരോപിച്ചു. മന്ത്രിക്കരികിലേക്ക് KSU പ്രവർത്തകർ എത്തിയില്ലെന്നാണ് ഇപ്പോൾ പറയുന്നത്. VD സതീശന്റെ നുണയാത്രയുടെ പുതിയ നുണയാണിത്. സംഭവിച്ചത് കേരളം മുഴുവൻ കണ്ടതാണ്. കേരളത്തിലെ ആരോഗ്യ മേഖല ലോകോത്തരമാണ്. അത് തകർക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമായാണ് ഈ ഗുണ്ടായസം. സ്വകാര്യ ആശുപത്രി ലോബിക്ക് വേണ്ടിയാണ് സർക്കാർ ആശുപത്രികൾക്കെതിരായ പ്രചാരണം നടത്തുന്നത്. ചില സംഭവങ്ങളെ പർവ്വതീകരിക്കുകയാണ്. ഇത് കനകൂലു സിദ്ധാന്തമാണ്. അതിനെ ജനം തിരിച്ചറിയും. വീണ ജോർജിന്റെ വീട്ടിൽ യൂത്ത് കോൺഗ്രസ് റീത്ത് വെച്ചു. ഇതേ വിഭാഗമാണ് ഇന്നലെയും മന്ത്രിയെ ആക്രമിച്ചത്. ബോധപൂർവം കടന്നാക്രമണം നടത്താനാണ് ശ്രമം. നുണ പറഞ്ഞ് രക്ഷപ്പെടാനാണ് ഇപ്പോൾ ശ്രമം. സതീഷിനും അനുയായികളും നുണ പറയാൻ ഒന്നാമതാണ്. അവർ പ്രതിഷേധം തുടരട്ടെ എന്നും ജനാധിപത്യ സമൂഹത്തിൽ അതിന് അവകാശമുണ്ടെന്നും എന്നാൽ ഇത്തരം അക്രമം വെച്ചു പൊറുപ്പിക്കാനാകില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ആരോഗ്യമന്ത്രി വീണ ജോർജിന് ആക്രമണമേറ്റ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീഷിനെ പ്രത്യേക സുരക്ഷ ഏർപ്പെടുത്തി 10 പേരടങ്ങുന്ന QRT സംഘം പ്രതിപക്ഷ നേതാവിനെ അനുഗമിക്കും. അതാത് DYSPമാർക്ക് സുരക്ഷാ ചുമതല നൽകും. പരിപാടി നടക്കുന്ന പ്രദേശങ്ങളിൽ കൂടുതൽ പോലീസുകാരെ വിന്യസിക്കും. പുതുയുഗ യാത്ര ഇന്ന് ആലപ്പുഴ ജില്ലയിലെ 6 മണ്ഡലങ്ങളിലാണ് നടക്കുക. മന്ത്രി വീണ ജോർജിനെ കയ്യേറ്റം ചെയ്യുന്ന ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയില്ല. റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ RPF പരിശോധിച്ചെങ്കിലും മന്ത്രിയെ പ്രതിഷേധക്കാർ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഇതിലില്ല. മന്ത്രിക്കെതിരായ ആക്രമണത്തിന് പിന്നാലെ ഇന്നലെ രാത്രി കണ്ണൂർ കോടിയേരിയിലും കോൺഗ്രസ് ഓഫീസ് അജ്ഞാതർ തീയിട്ടു. അർദ്ധരാത്രിയോടെയായിരുന്നു സംഭവം നടന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കോൺഗ്രസിന്റെ കൊടിമരങ്ങളും ഫ്ലെക്സ് ബോർഡുകളും CPM നശിപ്പിക്കുന്നത് തുടരുകയാണ്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം രാത്രിയോടെയാണ് KSU പ്രവർത്തകരെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയത്. KSU ജില്ലാ പ്രസിഡന്റ് MC അതുൽ, അഹമ്മദ് യാസീൻ, CH മുംബാസ്, VV അക്ഷയ്, ബിദുൽ ബാലൻ എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത്. കൊല്ലട എന്ന് ആക്രോശിച്ച് ആയുധം കൊണ്ട് മന്ത്രിയുടെ കഴുത്തിൽ പരിക്കേൽപ്പിച്ചു എന്നാണ് KSU പ്രവർത്തകർക്കെതിരായിട്ടുള്ള കേസ്. കണ്ണൂർ ടൗൺ പോലീസ്
അറസ്റ്റ് ചെയ്ത ഇവരെ റെയിൽവേ പോലീസിനെ കൈമാറുകയായിരുന്നു. മന്ത്രി വീണ ജോർജിന്റെ വാഹനത്തിന് മുന്നിലെ ഫ്ലാഗ് പോസ്റ്റ് നശിപ്പിച്ചതുൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് 6 യൂത്ത് ലീഗ് പ്രവർത്തകർക്കെതിരെയും എടുത്തിട്ടുള്ളത്. യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് കെ ഷിനാജ്, ട്രഷറർ ഷബീർ എടയന്നൂർ, സെക്രട്ടറി അഷ്കർ കണ്ണാടിപ്പറമ്പ്, നിസാം, നിഹാൽ ഇരിക്കൂർ എന്നിവരാണ് റിമാൻഡിലായിട്ടുള്ളത്. ഏതായാലും മന്ത്രി പ്ലാറ്റ്ഫോമിൽ എത്തിയപ്പോഴാണ് KSU പ്രവർത്തകർ പ്രതിഷേധവുമായി ചാടി വീണത്. 5ഓളം പ്രവർത്തകരാണ് മന്ത്രിക്കെതിരെ പ്രതിഷേധിച്ചത്. ഇവരെ പോലീസ് തടയാൻ ശ്രമിക്കുന്നതിനിടെ ഉന്തും തള്ളും ഉണ്ടായി. ഇതിനിടെ മന്ത്രി പ്രതിഷേധക്കാരോടും പോലീസിനോടും കയർക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. എന്താ എനിക്ക് നടക്കാൻ പറ്റില്ലേ, ഭീരുക്കൾ അവരോട് ഒന്നുകൂടി വരാൻ പറയൂ എന്ന് മന്ത്രി പറയുന്നതും കേൾക്കാനായിട്ട് സാധിക്കും. ഏതായാലും അന്ന് സംഭവം ഉണ്ടായി. ബുധനാഴ്ച രാത്രി 10 മണിയോടെയാണ് മന്ത്രിയെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഏതായാലും മന്ത്രി കുറച്ചു ദിവസം കൂടി അവിടെ തുടർന്നേക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ കോടതി ഇടപെടും.